ഹലോ, അസ്സലാമു അലൈക്കും. നൈമോ സ്ട്രീം വ്ളോഗിൻ്റെ പുതിയൊരു സ്റ്റിച്ചിങ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് നമ്മുടെ കയ്യിൽ അളവിന് കറക്റ്റ് അളവിലുള്ളൊരു ടോപ്പിൻ്റെ മെഷർമെൻറ്റ് എങ്ങനെ അളന്നെടുക്കാം അത് നമുക്കൊന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഒരു ടോപ്പ് ഫിനിഷിംഗ് ആയിട്ട് നമ്മുടെ കയ്യിലുള്ളൊരു ടോപ്പിൻ്റെ മെഷർമെൻറ്റിനെ നമുക്ക് എടുത്ത് ഒരു ടോപ്പ് കട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പം നമ്മളൊരു ടോപ്പിൽ നിന്ന് അളവെടുത്തിട്ടാണ് ഇന്നൊരു ചുരിദാർ കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ടോപ്പിൽ നിന്ന് അളവെടുക്കുമ്പോൾ നമുക്ക് ബോഡിയിൽ നിന്നാണെങ്കിലും ടോപ്പിൽ നിന്നാണെങ്കിലും അളവെടുക്കുമ്പോൾ നമ്മൾ ഇത്രയും അളവുകളായിരിക്കും ഒരു നോർമൽ ടോപ്പിന് വേണ്ടിയിട്ട് ഒരാളുടെ ബോഡിയിൽ നിന്നും എടുക്കേണ്ട ഒരു മെഷർമെൻറ്റ്. നമ്മൾ ആദ്യം തന്നെ അവരുടെ ഫുൾ ലെങ്ത് എടുക്കുക. രണ്ടാമതായിട്ട് അവരുടെ ചെസ്റ്റ് റൗണ്ട്, അതായത് നമ്മുടെ ചെസ്റ്റിൻ്റെ ആ ഒരു റൗണ്ട് എടുക്കുക. അതുപോലെ തന്നെ വേസ്റ്റ്, ഹിപ്പ്, ഷോൾഡർ, നെക്കിൻ്റെ വിഡ്ത്ത്, നെക്ക് ലെങ്ത്, സ്ലീവിൻ്റെ ലെങ്ത്, സ്ലീവിൻ്റെ ബോട്ടം, സ്ലിറ്റ് ലെങ്ത്, ഫ്ലെയർ. അപ്പോൾ ഇത്രയും ആയിരിക്കും നമ്മളൊരാളുടെ ചുരിദാറിൻ്റെ ടോപ്പിന് വേണ്ടിയിട്ട് അളവെടുക്കുമ്പോൾ അവരുടേതായ ഒരു ബോഡി മെഷർമെൻറ്റ് വരുന്നത് ഇത്രയും ആയിരിക്കും. അപ്പം നമുക്ക് ഇതേ മെഷർമെൻറ്റ് ടോപ്പിൽ നിന്നൊന്ന് എടുത്തു നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു ഫിനിഷിങ് അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ചുരിദാറിൽ നിന്നും ഇതിൻ്റെ അളവുകളെ എടുക്കുന്നതെന്ന് നോക്കാം. ഇതിൽ നമ്മൾ ഷോൾഡർ, നമുക്കിപ്പോൾ ഒരു ഡ്രസ്സിൻ്റെ ഒരു ഷോൾഡർ അല്ലെങ്കിൽ നെക്ക്, അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഷോൾഡർ വിഡ്ത്ത് ഉണ്ടാകും. അപ്പോൾ ഈ ഷോൾഡറിൻ്റെ സെൻറ്ററിൽ നിന്നും നമുക്ക് താഴേക്ക് എത്രയാണോ ആ ടോപ്പിൻ്റെ ഇറക്കം അതായിരിക്കും നമ്മൾ അതിലേക്ക് എടുക്കേണ്ട ഫുൾ ലെങ്ത് എന്ന് പറഞ്ഞാൽ. നമ്മൾ രണ്ടാമതായിട്ടൊരു അളവ് ഇതിൽ കണ്ടിട്ടുണ്ട്, അതിൻ്റെ ചെസ്റ്റ്. അപ്പോൾ ചെസ്റ്റ് എടുക്കുന്നത് ഒരു ആം ഹോളിൻ്റെ ആ ജോയിൻ്റെ എൻഡിൽ നിന്നും അടുത്ത ആം ഹോൾ വരെ വരുന്ന ആ ഒരു വിഡ്ത്തിനെ ആയിരിക്കും നമ്മൾ, കണ്ടോ, ഇത് ഇങ്ങനെയായിരിക്കും നമ്മളിതിനെ ചെസ്റ്റ് അളവിനെ എടുക്കേണ്ടത്. അപ്പോൾ ഈ കിട്ടുന്ന ചെസ്റ്റ് അളവിൻ്റെ ഇരട്ടിയായിരിക്കും, അല്ലെങ്കിൽ റൗണ്ട് ചെയ്ത് കിട്ടുന്ന ഒരളവായിരിക്കും അപ്പോൾ നമുക്ക് വേണ്ടുന്ന ഫിനിഷിങ് ചെസ്റ്റ് അളവെന്ന് വെച്ചാൽ. പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ ഈ ആം ഹോളിൻ്റെ ഇവിടെ നിന്ന് തന്നെ താഴേക്ക് ഒരു 7 ഇഞ്ച് താഴ്ത്തി എത്രയാണോ അവരുടെ ആ ഒരു ബോഡിയുടെ ഷേപ്പിൻ്റെ റൗണ്ട് വരുന്നതെന്ന് അളന്ന് നോക്കുക. അപ്പോൾ ആ അളവ് എത്രയാണോ അത് ഇപ്പോൾ നമ്മൾ ഈ വൺ സൈഡ് ആയിരിക്കുമല്ലോ എടുക്കുന്നത്, അതിൻ്റെ ഇരട്ടിയായിരിക്കും ആ വേസ്റ്റ് റൗണ്ട്. അപ്പം ചെസ്റ്റും വേസ്റ്റും ഹിപ്പും ഇതേ ലെവലിലായിരിക്കും നമ്മൾ അളന്നെടുക്കേണ്ടത്. ഹിപ്പ് എവിടെയാണ് അളക്കേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മൾ സ്ലിറ്റിൻ്റെ ഒരു പോയിൻ്റ് ഉണ്ട്, നമ്മുടെ ടോപ്പിന് ഒരു സ്ലിറ്റ് മാർക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ സ്ലിറ്റിൻ്റെ ഇതേ ലെവലിലായിരിക്കും നമ്മൾ ഹിപ്പ് റൗണ്ടിനെ അളന്നെടുക്കേണ്ടത്. അതിനുശേഷം പിന്നെ നമ്മൾ വന്നിട്ടുള്ളത് സ്ലീവിൻ്റെ നെക്കിൻ്റെ വിഡ്ത്തായിരിക്കും. അതായത് നമ്മൾ തുണിയെ ഫോൾഡ് ചെയ്ത് മടക്കിയിടുന്ന സമയത്ത് ആ ഒരു ഫോൾഡ് ഭാഗത്തു നിന്നും ആവശ്യമുള്ള നെക്ക് വിഡ്ത്ത്, നോർമലി ഒരാൾക്കൊരു 2 ഇഞ്ച് നെക്കിൻ്റെ വിഡ്ത്താണ് ആവശ്യം. പിന്നെ നമുക്ക് ഒരു നല്ല ഹൈറ്റൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ 2.5 മുതൽ 3 ഇഞ്ച് വരെയൊക്കെയും അതിൻ്റെ ഒരു വിഡ്ത്താകാം. പിന്നെ നമ്മൾ ചെയ്യുന്നത് നെക്കിൻ്റെ ലെങ്താണ്. അപ്പോൾ നമുക്ക് എത്രയാണോ നെക്കിൻ്റെ ലെങ്ത് ആവശ്യം അത് മാർക്ക് ചെയ്യുക. ആദ്യം നമ്മൾ നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യുക, അതിനുശേഷം നെക്ക് ലെങ്ത് മാർക്ക് ചെയ്യുന്നു. പിന്നീട് നമ്മൾ ചെയ്യുന്നത് നെക്ക് ലെങ്ത് മാർക്ക് ചെയ്തതിന് ശേഷം വീണ്ടും സൈഡിലേക്ക് നമ്മുടെ ഷോൾഡറാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഷോൾഡറിൽ ഫിനിഷിങ്ങിൽ നല്ല വണ്ണമൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ 4 ഇഞ്ച് നിൽക്കാം. നോർമലി ഒരു 40 ഇഞ്ചിനകത്ത് വണ്ണമുള്ള ഒരാൾക്കാണെങ്കിൽ 3, 3.25, 3.5 ഇഞ്ച് വരെയും ഷോൾഡർ വിഡ്ത്തിനെ നമുക്ക് നിർത്താം. പിന്നീട് നമ്മളിതിലേക്ക് വരുന്നൊരളവ് ആം ഹോളാണ്. നമ്മളത് മെഷർമെൻറ്റിൽ എഴുതിയിട്ടില്ലായിരുന്നു. അതായത് നമ്മുടെ കൈക്കുഴി, നമ്മുടെ ഷോൾഡറിൻ്റെ ആ ഒരു വിഡ്ത്ത് എവിടെയാണോ അവസാനിക്കുന്നത് അവിടെ നിന്നും താഴേക്ക് വരുന്നതായിരിക്കും ആം ഹോളെന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കൈക്കുഴി എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം നോർമലി ഒരാൾക്കൊരു 6 ഇഞ്ച് കൈക്കുഴി മതി. പിന്നെ നമുക്ക് 40-ന് മുകളിൽ 45 വരെയൊക്കെ വണ്ണം ഉള്ളവർക്ക് 6 എന്നുള്ളത് 6.5, 7 വരെയും കൈക്കുഴിയുടെ ആ ഒരു ലെങ്ത് ആകാം. അപ്പം ഇത്രയും മനസ്സിലായല്ലോ. നമുക്ക് ഫുൾ ലെങ്തിനെ മാർക്ക് ചെയ്തു, അതിനുശേഷം ചെസ്റ്റ് അളവെടുത്തു, വേസ്റ്റ് അളവെടുത്തു, ഹിപ്പ് അളവെടുത്തു. പിന്നീട് നമുക്ക് നെക്കിൻ്റെ വിഡ്ത്ത്, നെക്ക് ലെങ്ത്,
ഷോൾഡർ, ആം ഹോള് ഇത്രയും മനസ്സിലാക്കി. ഇനി നമുക്ക് സ്ലിറ്റ് ലെങ്ത് എന്ന് പറഞ്ഞൊരു സംഭവമാണ്. നമ്മൾ സ്ലിറ്റഡ് ചുരിദാറാണ് ഇപ്പോൾ ഈ ചെയ്യുന്നത്. അപ്പോൾ സ്ലിറ്റിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ലീവിന് കണ്ടോ, സ്ലീവ് അറ്റാച്ച് ആയിട്ടുണ്ട്. ആ ഒരു എൻഡ് ഭാഗത്തു നിന്നും താഴേക്ക് പലരും പല മെത്തേഡിൽ എടുക്കാറുണ്ട്. ഷോൾഡറിൽ നിന്ന് തന്നെ താഴേക്ക് എടുക്കാറുണ്ട്. നമ്മൾ ചെയ്യുന്നത് ആം ഹോളിൽ നിന്നും താഴേക്ക് നമുക്ക് എത്രയാണോ സ്ലിറ്റ് വേണ്ടത്. അപ്പോൾ ഒരു കസ്റ്റമറുടെ ടേസ്റ്റ് അല്ലെങ്കിൽ ഇഷ്ടമായിരിക്കും ഒരു സ്ലിറ്റിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. നോർമലി നമുക്ക് 12.5 or 13 ഇഞ്ചായിരിക്കും സ്ലിറ്റിൻ്റെ ലെങ്ത് ആവശ്യമുള്ളത്. പിന്നെ ഹൈറ്റ് അനുസരിച്ച് 15, 16 വരെയും സ്ലിറ്റ് ലെങ്ത് ആകാം. അപ്പം നമ്മൾ സ്ലിറ്റ് ലെങ്ത് കണ്ടു. ഇനി നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഫ്ലെയർ എന്ന് പറഞ്ഞൊരളവാണ്. ഓക്കെ, നമ്മുടെ ചുരിദാറിൻ്റെ ഏറ്റവും താഴെ, ചുരിദാറിൻ്റെതല്ല മാക്സി ആണെങ്കിലും എന്താണെങ്കിലും അതിൻ്റെ എൻഡിലായിട്ട് വരുന്ന ആ ഒരു ഈ ഒരു നീളം വീതി വശത്തെയാണ് നമ്മൾ ഫ്ലെയർ എന്ന് ഉദ്ദേശിക്കുന്നത്. ആ ഫ്ലെയറിനെ നമ്മൾ അളന്നെടുക്കുക. ഓക്കെ, പിന്നീട് നമ്മൾ സ്ലീവിൻ്റെ ലെങ്ത് പറഞ്ഞിട്ടുണ്ട്. ഷോൾഡറിൻ്റെ ആ ഒരു എഡ്ജിൽ നിന്നും സൈഡിലേക്ക് നമുക്ക് എത്രയാണോ സ്ലീവ് ലെങ്ത്, ഇപ്പം നമ്മൾ ഈ എടുത്തിരിക്കുന്ന ഒരളവിൽ 20 ഇഞ്ചുണ്ട്. പക്ഷേ നിങ്ങൾക്ക് 5 ഇഞ്ച് മതിയെങ്കിലും 22 ഇഞ്ച് വേണമെങ്കിലും അത് എത്രയാണോ അതായിരിക്കും പിന്നീട് നമ്മൾ അളന്നെടുക്കേണ്ട ആ ഒരു അളവ്, സ്ലീവിൻ്റെ ലെങ്ത്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് സ്ലീവിൻ്റെ ബോട്ടം അല്ലെങ്കിൽ നമ്മുടെ കൈയുടെ ചുറ്റളവ്, സ്ലീവിൻ്റെ ഏറ്റവും അവസാനമായിട്ട് വരുന്ന ആ ഒരു ഭാഗമാണ് സ്ലീവിൻ്റെ ബോട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സ്ലീവ് ബോട്ടമായിരിക്കും നിങ്ങൾ പിന്നീട് എടുക്കേണ്ടത്. അപ്പം ഇത്രയും അളവായിരിക്കും നമ്മളൊരു എന്താ പറയുക, ടോപ്പ് അതിൽ നിന്നും അളവെടുത്ത് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ട അളവുകൾ ഇത്രയുമായിരിക്കും. ഇത് എത്ര അറിയാത്തവർക്കാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ടോപ്പ് എടുത്ത് അളന്നതിന് ശേഷം ഈ ഒരു മെഷർമെൻറ്റ് നന്നായിട്ടൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക. അതിനുശേഷം നിങ്ങൾക്കത് തുണിയിലേക്ക് വരച്ച് കട്ട് ചെയ്ത് എടുക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കട്ടിങ് വീഡിയോ ആയിട്ട് വരാം. കാരണം നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. തൊട്ടടുത്ത ദിവസം തന്നെ ഞാൻ എങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ എടുത്ത ഈ ഒരു മെഷർമെൻറ്റിന് പ്രകാരം ഒരു ടോപ്പിനെ കട്ട് ചെയ്യുന്നതെന്നുള്ള ആ ഒരു വീഡിയോ ആയിരിക്കും തൊട്ടടുത്തതായിട്ട് ഞാൻ ഇടാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുക, മാക്സിമം മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളും ഇതിൽ കൂടി അറിയിക്കുക. അപ്പം വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരും വരെയും ബൈ ബൈ.